മന്ത്രി വി എസ് ശിവകുമാറിനെതിരെ ഗുരുതര ആരോപണവുമായി ബിജു രമേശ് രംഗത്തെത്തിയിരിക്കുന്നു. ശിവകുമാറിന്റെ മകളെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ മരുന്ന് കോഴയെന്നാണ് ബിജു രമേശ് ആരോപിച്ചിരിക്കുന്നത്. IG തലത്തിൽ ഒത്തുതീർപ്പിനായി കോടികളുടെ ഇടപാട് നടന്നതായും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. വിവരങ്ങളുമായി MR സജേഷ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു. സജേഷ്, വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് സംസ്ഥാനത്തിന് മന്ത്രിക്കെതിരെ അദ്ദേഹത്തിന്റെ മകളെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ ആരോപണത്തിന്റെ പൂർണ്ണമായ വിവരങ്ങൾ? മനു, മന്ത്രി വി എസ് ശിവകുമാറിന്റെ മകളെ തട്ടിക്കൊണ്ടുപോയതിനു പിന്നിൽ മരുന്നുകോഴയാണെന്ന ആരോപണമാണ് ബിജു രമേശ് ഉന്നയിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ ഒരു IG ദില്ലിയിലെത്തി ഈ കേസ് ഒത്തുതീർക്കുകയായിരുന്നു. 15 കോടിയുടെ കോഴ ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട്. മരുന്ന് കമ്പനിയിൽ നിന്നും മുൻകൂറായി 15 കോടി രൂപ കമ്മീഷൻ വാങ്ങി നിശ്ചിത തുകയുടെ മരുന്ന് വാങ്ങാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ കമ്മീഷൻ വാങ്ങിയത്. എന്നാൽ ഈ 15 കോടി രൂപ തിരിച്ചു കൊടുക്കാനോ മരുന്ന് വാങ്ങാനോ സാധിക്കാത്ത സാഹചര്യം വി എസ് ശിവകുമാറിന് ഉണ്ടായി. മരുന്ന് വാങ്ങുന്നതിന് സാധിക്കാത്ത സാഹചര്യത്തിലാണ് ദില്ലിയിൽ വെച്ച് മകളെ തട്ടിക്കൊണ്ടുപോയത്. ദില്ലി സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ മന്ത്രിയുടെ മകളെ തട്ടിക്കൊണ്ടുപോയ വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. ഇക്കാര്യത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാത്തതിൽ ദുരൂഹത ഈ ബിജു രമേശ് ചൂണ്ടിക്കാണിക്കുന്നു. IG മനോജ് എബ്രഹാം 10 ദിവസം ദില്ലിയിൽ തങ്ങിയാണ് മകളെ തിരിച്ചു കൊണ്ടുവന്ന വാർത്തകൾക്കും സ്ഥിരീകരണമുണ്ട്. അതിനിടയിലാണ് ഗുരുതര ആരോപണവുമായി ബിജു രമേശ് രംഗത്ത് വരുന്നത്. ഇക്കാര്യത്തിലുള്ള തെളിവുകൾ 2 ദിവസത്തിനുള്ളിൽ നൽകുമെന്നാണ് ബിജു രമേശ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. മനു, സജേഷ്, വളരെ ഗൗരവതരമാണ്. കാരണം മന്ത്രിയുടെ മകളെ തട്ടിക്കെട്ടുമായി ബന്ധപ്പെട്ട വാർത്തകൾ അധികമൊന്നും പുറത്തു വന്നിരുന്നില്ല. മാത്രവുമല്ല, ബാർക്കോഴ അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് കേരളത്തിൽ ശ്രദ്ധേയനായ വ്യക്തിയാണ് ബിജു രമേശ്. അദ്ദേഹം ഇത്തരത്തിൽ പറയുകയാണ്, സംസ്ഥാനത്തെ ഒരു മന്ത്രി അദ്ദേഹം മരുന്ന് മാഫിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു, ഒരു ഇടപാട് നടക്കാത്തതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ മകളെ തട്ടിക്കൊണ്ടുപോയത് എന്ന് പറയുമ്പോൾ വളരെ ഗൗരവതരമായ ഒരു ആരോപണമാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് ഇവിടെ. തീർച്ചയായും മനു, ഇക്കാര്യത്തിൽ ചില വസ്തുതകൾ ഉണ്ടെന്നാണ് നമുക്കും അന്വേഷിക്കുമ്പോൾ ബോധ്യപ്പെടുന്നത്. സംസ്ഥാനത്ത് ഒരു IG-യും ദില്ലിയിൽ DIG ആയിട്ടുള്ള ഒരു മലയാളിയും ആണ് ഇക്കാര്യത്തിൽ ഇടപെട്ടത്. ഇവർ ഇരുവരും ചേർന്നാണ് ഈ മരുന്ന് കമ്പനിയുമായി സംസാരിച്ചത്. അതിനുശേഷമാണ് മുഴുവൻ പണവും കൊടുത്തുകൊണ്ട് മന്ത്രിയുടെ മകളെ തിരികെ നാട്ടിലെത്തിച്ചതെന്നാണ് വിവരം. ഇക്കാര്യമാണ് ബിജു രമേശ് ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്. മരുന്ന് വാങ്ങാമെന്ന് കമ്പനിയോട് പറയുകയും വൻതുക കോഴ കൈപ്പറ്റി 15 കോടിയോളം രൂപയാണ് മരുന്ന് ഇനത്തിൽ മാത്രം കോഴയായി കൈപ്പറ്റിയത്. എന്നാൽ ഈ മരുന്ന് വാങ്ങാനാകാത്ത സാഹചര്യം ഉണ്ടായി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ടും ആരോഗ്യവകുപ്പിലെ ചില പ്രശ്നങ്ങളും കാരണമാണ് ആ കമ്പനിയോട് പറഞ്ഞ തുകയ്ക്ക് മരുന്ന് വാങ്ങാൻ കഴിയാതിരുന്നത്. ഈ സാഹചര്യത്തിൽ പണം മടക്കി ചോദിച്ചെങ്കിലും പണം നൽകുന്നതിന് മന്ത്രി തയ്യാറായില്ല. ആ ഘട്ടത്തിലാണ് ദില്ലി സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ പഠിക്കുന്ന മന്ത്രിയുടെ മകളെ മരുന്ന് കമ്പനി തട്ടിക്കൊണ്ടുപോയത്. എന്നാൽ മന്ത്രിയുടെ മകളെ തട്ടിക്കൊണ്ടുപോയ കാര്യത്തിൽ പോലും ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? സംസ്ഥാനത്തെ ഒരു IG 10 ദിവസമായി സംസ്ഥാനത്തില്ലായിരുന്നു, ദില്ലിയിലായിരുന്നു. അക്കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന ആവശ്യമാണ് ബിജു രമേശ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. മനു, തീർച്ചയായിട്ടും MR സജേഷാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.